അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 29, 2025 ഗുജറാത്തിലെ ഭരൂജിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു നോൺ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ഒരു റോഡ് പോകുന്നുണ്ടായിരുന്നു. ആ റോഡിൻ്റെ സൈഡിലൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു കനാലായിരുന്നു അത്. ആ ഒരു കനാലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ മുകളിൽ സ്ലാബ് ഉണ്ട്. അതായത് മെജോറിറ്റി സ്ഥലങ്ങളിലും അതിൻ്റെ മുകളിൽ സ്ലാബ് ഉണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിൽ സ്ലാബില്ല. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം കുറച്ച് ആളുകൾ അതിലൂടെ തങ്ങളുടെ താമസ സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ആ ഒരു കാഴ്ച കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പട്ടികൾ കടിവലി കൂടാണ്. ഒരു കറുത്ത കളർ ഒരു പ്ലാസ്റ്റിക് കവറിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ കടിപിടി കൂടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പട്ടികൾ അങ്ങനെ കടിപിടി കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫുഡ് വേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കാണുന്ന കാഴ്ചകളിലൊന്നാണ്. ആ ഒരു രീതിയിലായിരുന്നു ഇവർ നടന്ന് പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു കവർ പട്ടികൾ വലിച്ച് കീറിയിട്ട് അതിലുണ്ടായിരുന്നത് കടിച്ചെടുത്തിങ്ങേറ്റ് ഓടുകയായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് ഈ നടന്നു പോയിരുന്നവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടി കടിച്ചെടുത്തുകൊണ്ട് പോയത് ഒരു മനുഷ്യൻ്റെ തലയായിരുന്നു. ഇത് കണ്ട് ഞെട്ടിത്തരിച്ചു പോയ അവർ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ അങ്ങോട്ടെത്തി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പോലീസുകാരെത്തി ആ ഒരു തല റിക്കവർ ചെയ്തു. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഫോറൻസിക് ടീമും ആ ഒരു സ്ഥലത്തോട്ടെത്താണ് ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അവരവരുടേതായിട്ടുള്ള രീതിയിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ പോലീസിനൊരു കാര്യം തോന്നുകയാണ്, ഒരു തല ഈ ഒരു കനാലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു പട്ടി മേ ബി ആ ഒരു കനാലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കറുത്ത ബാഗ് വലിച്ച് പുറത്തിട്ടിട്ടായിരിക്കും കടിവിലി കൂടിയിട്ടുണ്ടാവുക. അതായിരിക്കും നാട്ടുകാർ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കനാലിലായിരിക്കാം ഈ ഒരു തല ഡംപ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു തല അവിടെ ഡംപ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബോഡി പാർട്സ് കൂടെ ആ കനാലിൽ ഡംപ് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആ ഒരു കനാൽ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ടീമുകൾ പോവുകയും ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം, അതായത് മാർച്ച് 30 കോർപ്പറേഷൻ തൊഴിലാളികൾ, അതേപോലെ തന്നെ കാന വൃത്തിയാക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു വലിയ ടീമുമായിട്ടാണ് പോലീസുകാർ അങ്ങോട്ട് എത്തിയത്. അതിനുശേഷം ആ ഒരു കനാല് ഫുള്ളായിട്ട് പരിശോധിക്കാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ആ ഒരു തല കിട്ടിയെടുത്ത് നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയിട്ട് കൈഭാഗം, ഇടുപ്പ് ഭാഗം, പിന്നെ വേറൊരു ഭാഗം, അതായത് വേറൊരു 3 ബോഡി പാർട്സ് കൂടെ പോലീസിന് അവിടെ നിന്ന് ലഭിക്കുകയാണ്. അപ്പോൾ പോലീസിന് ഏകദേശം ഇനി ബാക്കിയുള്ള ബോഡി പാർട്സ് കൂടി ഒരു കനാലിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായി. അങ്ങനെ ആ ഒരു കനാൽ കംപ്ലീറ്റ് ആയിട്ട്, അതായത് കിലോമീറ്റേഴ്സ് ഉണ്ട്, ആ ഒരു കംപ്ലീറ്റ് കനാലും ചെക്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് ആളുകൾ കനാലിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടൊക്കെ പരിശോധിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അതായത് സ്ലാബൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ അടിയിൽ കൂടെ ഒക്കെ പോയി അങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു കനാൽ അരിച്ചു വറക്കുകയാണ്. ഈ ഒരു തെരച്ചിൽ 30 കൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ. 31 ഇതേപോലെ തന്നെ തിരച്ചിൽ തുടർന്നു. അങ്ങനെ ബാക്കിയുള്ള ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടി. മെജോറിറ്റി ബോഡി പാർട്സ് ഇതേപോലെ തന്നെ കറുത്ത കളർ ബാഗിലായിരുന്നു ഇട്ടിരുന്നതെന്നുണ്ടെങ്കിലും ചില ബോഡി പാർട്സ് ബാഗിലായിരുന്നില്ല, വെറുതെ ജസ്റ്റ് ബോഡി പാർട്ടായിട്ട് തന്നെയായിരുന്നു ആ ഒരു കനാലിൽ നിന്ന് തൊഴിലാളികൾ കണ്ടെടുത്തത്. പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ അതൊരു പുരുഷന്റെ മൃതദേഹമാണെന്നും അതുപോലെ തന്നെ ഈ മർഡർ നടന്നിട്ട് അധികം സമയമായിട്ടില്ല എന്നുള്ളതും പോലീസിന് മനസ്സിലാവുകയാണ്. കിട്ടിയ ബോഡി പാർട്സ് ഒക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ ആരുടേതായിരുന്നു ആ ശരീരഭാഗങ്ങൾ? അത് ഒരു വ്യക്തിയുടേത് തന്നെയായിരുന്നു. ആരാണ് ഇത്ര ക്രൂരമായി കൊലപാതകം നടത്തിയിട്ട് ആ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ആ കനാലിൽ കൊണ്ടുപോയെന്ന് ഡംപ് ചെയ്തത്? എങ്ങനെയാണ് പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ ബോഡിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് അല്പം ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയായിരുന്നു. അതായത് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഒരുപാടധികം ആളുകൾ വന്ന് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതുമായിട്ടുള്ളൊരു ഏരിയ ആണത്. അപ്പോൾ ഒരാളെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. ആൾ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആളാണ്, ഏത് കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാടധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരാളെ കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയയ്ക്ക് ചുറ്റുമുള്ള എല്ലാ CCTV വിഷ്വൽസും പോലീസുകാർ അടുത്തതായിട്ട് പരിശോധിക്കുകയാണ്. എന്നാൽ സംശയിക്കത്തക്കതായിട്ടുള്ള ഒന്നും തന്നെ ആ വിഷ്വൽസ് പരിശോധിച്ചിട്ട് പോലീസിന് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓട്ടോപ്സി ചെയ്യുന്ന ഡോക്ടർമാർ പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നത്. അവരൊരു കാര്യം പറയുകയും ചെയ്തു. അയാളുടെ പല്ലുകളിൽ ഒരെണ്ണം ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഈ അടുത്ത് ക്യാപ്പ് ഇട്ടതാണ്. പിന്നെ കസ്റ്റമൈഡ് ആയിട്ടുള്ളൊരു ക്യാപ്പാണ്. നിങ്ങൾക്കറിയായിരിക്കും, പല്ലിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല്ലിന് ക്യാപ്പ് ഇടും. അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ പല്ലിനും ഓരോ അളവായിരിക്കുമല്ലോ. അപ്പോൾ ആ അളവൊക്കെ എടുത്തിട്ട് കസ്റ്റമൈഡ് ആയിട്ടായിരിക്കും ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാപ്പായിരുന്നു ആളുടെ പല്ലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ വിചാരിച്ചു
അടുത്തുള്ള വല്ല ഡെന്റൽ ക്ലിനിക്കിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പല്ലിൻ്റെ ക്യാപ്പ് ഇട്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന ആളുകളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവരവരുടെ നാട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ ഡെന്റൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വലിയ 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 ക്ലിനിക്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നാലും ചെറിയ ചില ക്ലിനിക്കുകളിൽ ചിലപ്പോൾ ഇതിൻ്റെ റെക്കോർഡ്സ് ഒന്നും സൂക്ഷിക്കണമെന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു ട്രൈ എടുക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് ഡെന്റൽ ക്ലിനിക്കിലോട്ടും ഈ ഒരു പല്ലിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ അയക്കാണ്. എന്നിട്ട് അത്തരത്തിലുള്ള ക്യാപ്പുകളോ കാര്യങ്ങളോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നുള്ളതും പോലീസുകാർ അന്വേഷിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് പോലീസിന് ഒരു ലീഡ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അടുത്തതായിട്ട് പോലീസിന് കിട്ടിയ ഒരു തെളിവ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാറ്റുവിൻ്റെ ലാസ്റ്റത്തെ ഒരു 3 ഡോട്ട് ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ടാറ്റുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കില്ലർ അയാൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ടാറ്റു ഉള്ള ആ തൊലി ഭാഗം ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഒരു 3 ഡോട്ട് ആൾ വലിയ ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ആ ഒരു 3 ഡോട്ടായിരിക്കും എന്താ പറയുക ഇയാളെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നതെന്നും അതാണ് തന്നിലോട്ട് എത്താനുള്ളൊരു കാരണമായിട്ട് മാറാന്നുള്ളതും അന്നത്തെ സമയത്ത് അയാൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടാകില്ല. അപ്പോൾ പോലീസിന് മെയിനായിട്ട് കിട്ടിയ ലീഡുകൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആളുടെ പല്ലിലെ ക്യാപ്പ്, 2 ആ ടാറ്റുവിൻ്റെ ലാസ്റ്റത്തെ 3 ഡോട്ട്, മൂന്നാമത്തത് ആളുടെ ഏജ്, അതായത് 30-40 ഇടയിലാണല്ലോ ആളുടെ ഏജ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡിക്ക് അധികം പഴക്കമില്ല. ഇയാൾ മരിച്ചിട്ട് ഒരു 3 ദിവസത്തിന് മേലൊക്കെ ആയിട്ടുണ്ടാവും, എന്നാലും അധികം പഴക്കമില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പോലീസിന് ലഭിച്ചത്. അപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് എന്താ പറയുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു ഏരിയയിലെ വല്ല പോലീസ് സ്റ്റേഷനിലും വല്ല മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഒരു കേസ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഭരൂച്ച് പോലീസ് സ്റ്റേഷനിൽ മോഹിത് ചൗഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ചേട്ടനായിട്ടുള്ള സച്ചിൻ ചൗഹാനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് 28-ാം തീയതി ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സച്ചിൻ ചൗഹാൻ്റെ ഏജ് വരുന്നത് 35 ഈ ഒരു മോഹിതിൻ്റെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ അടുത്തുള്ളൊരു മരുന്ന് കമ്പനിയിലാണ് തൻ്റെ ചേട്ടനായിട്ടുള്ള സച്ചിൻ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോളും കാര്യങ്ങളൊന്നും കണക്റ്റ് ആകുന്നില്ല. അങ്ങനെയാണ് ചേട്ടനെ അന്വേഷിച്ചിട്ട് അനിയനായിട്ടുള്ള മോഹിത് അങ്ങോട്ട് വരുന്നതും അതേപോലെ തന്നെ ചേട്ടൻ താമസിക്കുന്ന വാടക വീട്ടിൽ അന്വേഷിക്കുന്നതും. എന്നാൽ ആ വാടക വീട് പൂട്ടി കിടക്കുകയായിരുന്നു. അതിനുശേഷം ചേട്ടൻ്റെ പരിചയക്കാരുടെ അടുത്തും മറ്റുമൊക്കെ ആ പയ്യനെ അന്വേഷിക്കുകയാണ്. എന്നാൽ ആരും ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ പയ്യൻ നേരെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് ഇതേപോലെ തന്നെ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ആളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആളുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിലാണ് ആളുടെ ശ്രദ്ധയിലൊരു കാര്യം പെടുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സച്ചിൻ്റെ കയ്യിൽ ഒരു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടാറ്റുവിൻ്റെ എൻഡിൽ ഇതേപോലെ തന്നെ 3 ഡോട്ട് ഉണ്ട്. മൃതദേഹത്തിലുണ്ടായിരുന്ന 3 ഡോട്ടും ഇതും സിമിലറാണ്. അതേപോലെ തന്നെ ഈ സച്ചിൻ്റെ ഏജും 35-40 ഇടയിലാണ്. അതേപോലെ തന്നെ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ആളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം സച്ചിനാണ് എന്നുള്ളൊരു കാര്യം പോലീസുകാർ ഉറപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ സച്ചിൻ്റെ വാടക വീട്ടിലോട്ട് എത്തുകയാണ്. അവിടെ എത്തിയ സച്ചിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സച്ചിനെ ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ കുറച്ച് ദിവസം മുൻപ് സച്ചിൻ്റെ അനിയൻ വന്ന് ഇതേപോലെ അന്വേഷിച്ചതായിട്ടും അവർ പറയുകയാണ്. അപ്പോൾ സച്ചിൻ്റെ സ്വന്തം സ്ഥലം ഉത്തർപ്രദേശിലെ ബിജ്നോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വില്ലേജിലാണ് ആൾ ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ നേരെ പോലീസുകാർ അങ്ങോട്ട് പോയിട്ട് അന്വേഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. നേരെ തന്നെ പോലീസുകാർ അങ്ങോട്ട് എത്തുകയും ചെയ്തു. എന്നിട്ട് സച്ചിനെ കുറിച്ച് ഇങ്ങോട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപാണ് ഉത്തർപ്രദേശിൽ നിന്ന് ജോലി അന്വേഷിച്ചിട്ട് സച്ചിൻ ഗുജറാത്തിലോട്ട് എത്തുന്നത്. അവിടെ എത്തി ജോലിയൊക്കെ കണ്ടുപിടിച്ചു. പിന്നീടുള്ള സമയം ആൾ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആളുടെ വിവാഹം കഴിഞ്ഞു. വൈഫിൻ്റെ പേര് പരുൾ എന്നായിരുന്നു. അതിനുശേഷം അവർക്കൊരു മകൻ പിറക്കുകയും ചെയ്തു. ആവേശ് എന്നായിരുന്നു പയ്യൻ്റെ പേര്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആ പയ്യന് 4 വയസ്സായിരുന്നു പ്രായം. അതുപോലെ തന്നെ മോഹിത്തിനെയോ പരുളിനെയോ വിളിക്കാതെ കണ്ടോ പോലീസുകാർ നേരെ തന്നെ അവരുടെ നാട്ടിലോട്ട് എത്തിയത്. അതായത് ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും കണക്ഷൻ ഈ ഒരു മേർഡറുമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് മുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ആദ്യം മോഹിത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ അതിനുശേഷം പരുളിനെ ക്വസ്റ്റ്യൻ ചെയ്തു. പരുളിൻ്റെ അടുത്ത് ഹസ്ബൻഡ് എവിടെ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ പോയിരിക്കുകയാണ്, അപ്പോൾ പോയി വന്നതിന് ശേഷം എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതായത് ആ ഒരു വാടക വീട്ടിൽ ഈ ഒരു സച്ചിനും അവരുടെ വൈഫായിട്ടുള്ള പരുളും മകനായിട്ടുള്ള ആവേശം ഒരുമിച്ചായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ പരുളിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് പോലീസിന് ആകപ്പാടൊരു സംശയമാണ്. കാരണം അതിന് മുൻപ് ഇവർ മോഹിത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മോഹിത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ഏകദേശം ഒരു 10-22 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് മാർച്ച് 7-ാം തീയതി ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ചേട്ടൻ്റെ ഫാമിലിയുമായിട്ട് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്.
ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ കുഞ്ഞിനെയും വൈഫിനെയും ഇവിടെ നിർത്തിയിട്ട് ആൾ ഒറ്റക്കായിരുന്നു ഗുജറാത്തിലോട്ട് തിരിച്ചു പോയത്. അതിനുശേഷമാണ് ആൾ മിസ്സിങ് ആവുന്നത്. പിന്നീട് ഈ പയ്യനെ എത്ര വിളിച്ചിട്ടും ചേട്ടൻ്റെ കോൾ കണക്റ്റ് ആവുന്നില്ല, ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആർക്കും അറിയേയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോഹിത്തിൻ്റെ ഫോണിലോട്ട് സച്ചിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജിലുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വൈഫായിട്ടുള്ള പരുളിന് എനിക്ക് അത്രയും നന്നായിട്ട് അറിയുന്ന ഒരാളുമായിട്ടൊരു അഫെയർ ഉണ്ടെന്നും അതേപോലെ തന്നെ അയാൾ എൻ്റെ അടുത്ത് നിന്ന് കുറേ കാശും കടം വാങ്ങിയിട്ടുണ്ടെന്നും. അപ്പോൾ ഇതൊക്കെ കൂടെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടെ പ്രാന്തായി. ആ ഒരു സമയത്ത് ഞാൻ അയാളെ കൊലപ്പെടുത്തിയെന്നും ഞാനിപ്പോൾ എന്താ പറയുക ഒളിവിലാണ്, എന്നെ നിങ്ങളിനി ആരും അന്വേഷിക്കേണ്ട എന്നുള്ളൊരു രീതിയിലുള്ളൊരു മെസ്സേജ് ആയിരുന്നു ആ പയ്യന് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ട് പേടിച്ചിട്ടാണ് ചേട്ടൻ എന്ത് പറ്റി എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ പയ്യൻ നേരെ ഉത്തർപ്രദേശിൽ നിന്ന് ഗുജറാത്തിലോട്ട് വണ്ടി കയറിയിട്ടുണ്ടായത്. ഗുജറാത്തിലെത്തി മോഹിത്ത് ആദ്യം തന്നെ കാണുന്നത് ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ശൈലേന്ദ്ര സിംഗിനെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്ടോ 12 വർഷങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിൽ നിന്ന് നേരെ ഗുജറാത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സ്കൂൾ ടൈം തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്സാണ്, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് സച്ചിൻ അന്വേഷിച്ച ആ ഒരു ഏരിയ മുഴുവൻ നടന്നതും അതിനുശേഷം ഇതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതും. അതിനുശേഷം ഈ ഒരു മോഹിത്ത് തിരിച്ച് തൻ്റെ നാട്ടിലോട്ട് വരികയാണ്. അതിനുശേഷം ഈ ശൈലേന്ദ്ര സിംഗിനെ വിളിച്ചിട്ട് ആൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശൈലേന്ദ്ര സിംഗ് എന്തേ കോൾ എടുക്കാത്തത് എന്നുള്ളൊരു സംശയം മോഹിത്തിന് വരികയാണ്. ഈ ഒരു സംശയവും പോലീസുകാരായിട്ട് ഇയാൾ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ശൈലേന്ദ്ര സിംഗിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് പോലീസിന് തോന്നുകയാണ്. അപ്പോൾ ശൈലേന്ദ്രനെ അന്വേഷിച്ചപ്പോൾ ആളെ ആദ്യം തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആൾ മുങ്ങിയിട്ടുണ്ടായിരുന്നു, ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ടെക്നിക്കൽ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾ ഗുജറാത്തിലല്ല ഉത്തർപ്രദേശിലാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കിയായിരുന്നു. പിന്നീട് ഉത്തർപ്രദേശിലത്തെ ലോക്കൽ പോലീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപാണ് അവർ രണ്ടുപേരും ജോലി അന്വേഷിച്ചിട്ട് ഗുജറാത്തിലോട്ട് പോകുന്നത്. കുറച്ച് നാൾ ജോലി തണ്ടി നടന്നിട്ട് രണ്ടുപേർക്കും ജോലി ലഭിച്ചു. രണ്ടുപേർക്കും 2 കമ്പനിയിലായിരുന്നു ജോലി ലഭിച്ചത്. എന്നാലും അവർ രണ്ടുപേരും സ്റ്റേ ചെയ്തിരുന്നത് ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ശൈലേന്ദ്ര സിംഗിൻ്റെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിയുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശൈലേന്ദ്ര സിംഗ് ചെറിയൊരു വാടക വീട് എടുത്തുകഴിഞ്ഞിട്ട് വൈഫിനെയും കൊണ്ട് അങ്ങോട്ട് താമസം മാറുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ റെഗുലർ ആയിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് തന്നെയായിരുന്നു. എന്നാലും ആൾ വേറെയും ഇയാൾ വേറെയും താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി. 2020 സച്ചിൻ്റെ വിവാഹം കഴിയായിരുന്നു. പരുൾ എന്നായിരുന്നു ആളുടെ വധുവിൻ്റെ പേര്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. ആവേശ് എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. എന്നാൽ സച്ചിൻ തൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും ഉടനെ തന്നെ തൻ്റെ എന്താ പറയുക ജോലി സ്ഥലമായിട്ടുള്ള ഗുജറാത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ആൾ ആ ഒരു സമയത്ത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ശൈലേന്ദ്ര സിംഗ് സച്ചിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എന്തിനാണ് ഒറ്റയ്ക്ക് വാടക കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കുന്നത്? എൻ്റെ വീട്ടിൽ എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ ഒഴിവുണ്ട്, നീ അങ്ങോട്ട് പോയോ അവിടെ നിൽക്ക്, അപ്പോൾ നമുക്ക് വാടകയും കാര്യങ്ങളും ഷെയർ ചെയ്യാമല്ലോ, ഇത്രയും അതായത് അതാണല്ലോ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സച്ചിൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ സച്ചിൻ ഈ ഒരു ശൈലേന്ദ്ര സിംഗിൻ്റെ വീട്ടിലോട്ട് താമസം മാറുകയും ചെയ്തു. കുറച്ച് നാൾ ആളവിടെ താമസിച്ചു. അതിനുശേഷം ഒരു 2024 ആയപ്പോൾ ആളുടെ വൈഫിനെയും കുഞ്ഞിനെയും കൂടെ ഗുജറാത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആൾ വേറൊരു വാടക വീട് എടുത്തു. അതിനുശേഷം തൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുവന്നു. അങ്ങനെ ആൾ താമസം മാറി. സോ രണ്ടുപേര് 2 വാടക വീടെടുത്ത് കഴിഞ്ഞ് അവരവരുടെ ഫാമിലിയുടെ കൂടെ താമസവും കാര്യങ്ങളൊക്കെ തുടങ്ങി. അവർക്കിടയിൽ യാതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ശൈലേന്ദ്ര സിംഗിന് കുറേ ക്യാഷിൻ്റെ ആവശ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആരോട് ചോദിക്കും, എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ സച്ചിൻ്റെ അടുത്ത് തൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. കുറച്ച് കാശ് എവിടെന്നെങ്കിലും റോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഈ സച്ചിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾ ഒരു പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ഏകദേശം 4 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് സച്ചിന് കൊടുക്കുകയാണ്. സച്ചിൻ എന്താ പറയുക ശൈലേന്ദ്ര സിംഗിന് കൊടുക്കുകയാണ്. എന്നിട്ട് ശൈലേന്ദ്ര സിംഗിനോട് പറഞ്ഞു കറക്റ്റായിട്ട് ഇതിൻ്റെ EMI കാര്യങ്ങളും നീ അടക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഒരു ശൈലേന്ദ്ര സിംഗ് കറക്റ്റായിട്ട് EMI പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ചില മാസങ്ങളിൽ ആളെ കൊണ്ട് EMI ഒന്നും അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന സമയങ്ങളിൽ ഈ ഒരു EMI ഈ സച്ചിൻ അടക്കേണ്ടതായിട്ട് വന്നു. ഇയാൾ ലേറ്റ് ആക്കുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റ് ഫീസും കൂടെയും ഈ ഒരു സച്ചിൻ അടക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു കാശിൻ്റെ പേരിൽ ഇവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. കാശ് പല സമയത്ത് ഈ ഒരു ശൈലേന്ദ്ര സിംഗ് കൊടുക്കാതെയായി. മിക്കവാറും സമയത്തും ഇയാളുടെ പേരിലാണല്ലോ ഇയാൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിൻ അത് അടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഈ പൈസയുടെ പേരിൽ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പിന്നെ ഒരു ശൈലേന്ദ്ര സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ആൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ സച്ചിൻ ആളെ ഭയങ്കരമായിട്ട് വിരട്ടി എന്നുള്ളതാണ്.
അതും സാധാരണ വരട്ടായിരുന്നില്ല. 2022-23 ടൈമിൽ ആള് എന്താ പറയുക, ശൈലേന്ദ്ര സിംഗിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഈ ഒരു ശൈലേന്ദ്ര സിംഗിൻ്റെ വൈഫ് കുളിക്കുന്ന സമയത്ത് ആളൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെന്നും ആ ഒരു വീഡിയോ ഇയാളെ കാണിച്ചു കൊടുക്കായിരുന്നെന്നും ഈ ഒരു വീഡിയോ താൻ പബ്ലിക് ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ വരട്ടിയതെന്നുള്ളത് തരത്തിലാണ് ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശൈലേന്ദ്ര സിംഗ് ആകപ്പാടെ തകർന്നു പോവുകയാണ്. സച്ചിൻ്റെ അടുത്ത് ആൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് കാല് പിടിച്ച് പറഞ്ഞു. എന്നിട്ടും സച്ചിൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല എന്നാണ് ആൾ പറയുന്നത്. അതേപോലെ തന്നെ ഇവർ തമ്മിലൊരു ബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ വലിയ രഹസ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫോണിൻ്റെ പിന്ന്, ATMൻ്റെ പിന്ന്, അതേപോലെ തന്നെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് ഇത് പരിപാടികളെല്ലാം ഇവർ തമ്മിൽ അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ തൻ്റെ അടുത്ത് ഈ ഒരു ദ്രോഹം ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ ഒരു ശൈലേന്ദ്ര സിംഗിന് ഉണ്ടായത്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ എങ്ങനെയെങ്കിലും സച്ചിൻ്റെ ഫോണിൽ നിന്ന് ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമായി ശൈലേന്ദ്ര സിംഗിൻ്റെ ചിന്ത. അതിന് വേണ്ടിയിട്ട് ആൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ആദ്യമായിട്ട് ആൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വൈഫിനെയും കുട്ടികളെയും നാട്ടിലോട്ട് പറഞ്ഞേക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം 25-ാം തീയതി സച്ചിനെ ഇയാൾ വിളിക്കുകയാണ്. ഞാനിവിടെ കുറച്ച് മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, നീ എന്തായാലും ഇങ്ങോട്ട് വായോ, നമുക്ക് പഴയ പോലെ ഒന്ന് കൂടാം. നമ്മൾ പണ്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനെയായി, അപ്പോൾ ഇതെന്തായാലും നമുക്ക് സോർട്ട് ചെയ്യണം, നമ്മളുടെ എന്താ പറയുക പഴയ പോലെ തന്നെ സൗഹൃദവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അതിന് സച്ചിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ആളിത് ഇങ്ങോട്ട് എത്തുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും അന്നത്തെ ദിവസം മദ്യപിച്ചു. നല്ല രീതിയിൽ തന്നെ അന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മദ്യപിച്ച് ഹൈ ആയിട്ട് സച്ചിൻ കിടന്നുറങ്ങുകയാണ്. ശൈലേന്ദ്രയെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും സച്ചിൻ്റെ അത്ര മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. ആൾ അത്യാവശ്യം ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ശൈലേന്ദ്ര നേരെ തന്നെ സച്ചിൻ്റെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫോൺ എടുത്തിട്ട് നേരെ ഗാലറിയിലും മറ്റൊക്കെ കയറിങ്ങായിട്ട് തൻ്റെ വൈഫിൻ്റെ വീഡിയോ കണ്ടുപിടിച്ചിങ്ങായിട്ട് ആൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആൾ ഈ ഫോണും പിടിച്ച് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സച്ചിൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. സച്ചിൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ തൻ്റെ ഫോൺ തൻ്റെ കൂട്ടുകാരൻ കൈ പിടിച്ചിരിക്കുന്നതാണ് ആൾ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഫോണിൻ്റെ പാസ്വേഡ്, ATMൻ്റെ എല്ലാം കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇയാൾ എന്തിനാണ് ഈ ഒരു ഫോൺ എടുത്തതെന്നുള്ളത് സച്ചിന് മനസ്സിലാവുകയാണ്. ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുകയാണ്. ആ ഒരു അടിയുടെ ഇടയിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈലേന്ദ്ര അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തുങ്ങായിട്ട് ഇയാളെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു കൊലപാതകം നടത്തിയതിന് ശേഷം ബോഡി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം ആ ഒരു ബോഡി ആൾ നേരെ അവിടെ നിന്ന് ആ ഒരു ബാത്റൂമിലോട്ട് കൊണ്ടുപോയി ഇടുകയാണ്. എന്നിട്ട് നാളെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു രീതിയിലോട്ട് ആൾ ചിന്തിക്കുകയാണ്. അതിനുശേഷം ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നും അറിയാത്തതുപോലെ രാവിലെ തന്നെ ജോലിക്ക് പോയി. പിന്നീട് ആ ഒരു ബോഡി പീസാക്കാനുള്ള ടൂൾസും അതേപോലെ തന്നെ അത് കൊണ്ടുപോയി കളയാനുള്ള പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു തിരിച്ച് ആൾ വീട്ടിലോട്ട് എത്തിയത്. എന്നിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ ബോഡി ഏകദേശം 9 കഷ്ണങ്ങളാക്കിയിട്ട് ആൾ പ്ലാസ്റ്റിക് കവറിലാക്കി സെറ്റാക്കി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു നോൺ റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്തുകൂടെ കനാലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, വേസ്റ്റ് കനാൽ. ആ ഒരു കനാലിനുള്ളിൽ കൊണ്ടുപോയി ബോഡി ഡംപ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അതേപോലെ തന്നെ CCTVയും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത ഏരിയകളിലൂടെ നൈസായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്നുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തോട്ടും ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം എന്താ പറയുക 26-ാം തീയതി തുടങ്ങിയിട്ട് 29-ാം തീയതി വരെയുള്ള ഡേറ്റിലാണ് ആൾ ഇത്തരത്തിലുള്ള ബോഡി പാർട്സ് എല്ലാം തന്നെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിട്ടുണ്ടായത്. അതായത് പോലീസിന് ആ ഒരു തല കിട്ടിയ ദിവസവും ഇയാൾ ഇതേപോലെ തന്നെ ഒരു ബോഡി പാർട്ട് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 28-ാം തീയതി പറഞ്ഞ പോലെ ഈ ഒരു മോഹിത്ത് എത്തിയല്ലോ, സച്ചിൻ്റെ ബ്രദർ, അന്നത്തെ ദിവസം ഈ മോഹിത്ത് ഇയാളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ പയ്യൻ്റെ ചേട്ടൻ്റെ ബോഡി പാർട്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും വളരെ കൂളായിട്ട് മോഹിത്തിനെ ആൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊന്നും അറിയിക്കാതെ. അതിനുശേഷമാണ് മോഹിത്തുമായിട്ട് ഇതേപോലെ സച്ചിൻ അന്വേഷിച്ച് നടക്കുന്നതും പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും ഒക്കെ. കംപ്ലൈൻറ്റ് കൊടുത്തിങ്ങേറ്റ് മോഹിത്ത് തിരിച്ചുപോയി. അതിൻ്റെ മുൻപ് ഇയാൾ ചെയ്ത വേറെ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോഹിത്തിന് മെസ്സേജ് അയച്ചു ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, കോൾ എടുത്താൽ ശരിയാവില്ല എന്ന് ആൾക്കറിയാം. അങ്ങനെയാണ് മോഹിത്തിന് മെസ്സേജ് അയക്കുന്നത് തൻ്റെ വൈഫായിട്ടുള്ള പരുളിന് വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടെന്നും അയാൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്നും അതേപോലെ തന്നെ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് കടം വാങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അയാളെ ഞാൻ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ, എന്നിട്ട് ഞാൻ ഒളിവിൽ പോകുകയാണെന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു പരുളിനാൾ എന്താ പറയുക സച്ചിൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചത് ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ പോവാണ്, ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് നിന്നെയും കൂട്ടിക്കൊണ്ട് പോകാമെന്നുള്ള രീതിയിൽ പരുളിൻ്റെ അടുത്തും ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് പരുൾ പോലീസിൻ്റെ അടുത്ത് എന്താ പറയുക ഹസ്ബൻഡ് ബാംഗ്ലൂരാണെന്നും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ശൈലേന്ദ്രക്ക് അറിയായിരുന്നു കയ്യിലത്തെ ടാറ്റുവും കാര്യങ്ങളൊക്കെ തെളിവാവുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളുടെ കൈമേലുണ്ടായിരുന്ന ടാറ്റുവിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ലെയർ അയാൾ ചെത്തിക്കളയായിരുന്നു. എന്നാലും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു 3 ഡോട്ട്, ഈ ഒരു 3 കുത്തോണ്ട് എന്ത് വരാനാണെന്ന് വിചാരിച്ച് ആൾ അത് ബോധർ ചെയ്തില്ല.
അതേപോലെ തന്നെ വളരെ ബുദ്ധിപരമായിട്ടായിരുന്നു കേട്ടോ ആൾ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി സമയങ്ങളിൽ ആളുടെ സ്കൂട്ടറിൽ സ്ത്രീകളെ പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങായിട്ട് മുഖമൊക്കെ മറച്ച് നൈസായിട്ട് പോയിട്ടായിരുന്നു ഈ ബോഡി പാർട്സൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൂടാതെ പോലീസിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സച്ചിൻ്റെ ATM കാർഡും ഫോണും ഒക്കെ കൂടെ ഒരു കവറിലാക്കിയിട്ട് ആ കവറിൻ്റെ ഉള്ളിൽ ഒരു കടലാസിൽ ഫോണിൻ്റെ പിൻ നമ്പറും ATMൻ്റെ പിൻ നമ്പറും ഒക്കെ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡൽഹിയിലോട്ട് പോകുന്നൊരു ട്രെയിനിൽ ആ ഒരു കവർ ആൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു കവർ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ട് ആ ഒരു ഫോൺ ഓപ്പൺ ആക്കിയിട്ട് എന്താ പറയുക പിന്നടിച്ച് കയറി വേണമെന്നുണ്ടെങ്കിൽ കയറിക്കോട്ടെ എന്നും അതേപോലെ തന്നെ ആ ഒരു ATM യൂസ് ചെയ്തിട്ട് പൈസ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ആൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആളുടെ ലൊക്കേഷനോ കാണിക്കുമല്ലോ. അപ്പോൾ അയാൾ ഒളിവിലാണെന്നുള്ള രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താണെന്നുള്ള രീതിയിൽ അന്വേഷണത്തിന് ഡൈവേർട്ട് ചെയ്യാമെന്നുള്ളൊരു തോട്ടിലാണ് ആൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത്. പിന്നെ CCTV വിഷ്വൽസ് പോലീസുകാർ വീണ്ടും പരിശോധിക്കുകയാണ് സ്ത്രീയുടെ വേഷത്തിൽ ആൾ പോകുന്നതിൻ്റെ വല്ലതുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു CCTVയിൽ അയാളാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പോലീസിന് ലഭിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരു കേസിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതായത് സച്ചിൻ ആളുടെ വൈഫിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുളിക്കുന്നത് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. അതിനെ കുറേ പേര് അംഗീകരിക്കുന്നില്ല. അതായത് അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇയാൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നും സച്ചിൻ്റെ കയ്യിൽ നിന്നും ഇയാൾ കുറേ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എന്താ പറയുക 4 ലക്ഷം രൂപ പലിശക്ക് എടുത്തത് കൂടാത്തതിന് വേറെയും പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 4-നും 9-നും ഇടയിൽ ലക്ഷം രൂപ ഇയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു പൈസയുടെ പേരിലുള്ളൊരു ഇഷ്യൂവിനും വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കിയൊരു കഥയായിട്ടും ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് സ്റ്റോറിനെ പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾ കരുതുന്നത്? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ശൈലേന്ദ്ര ഇപ്പോൾ ജയിലിലാണ്, കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.